രാവണനെ ശനിദേവൻ ശപിച്ചതിന്റെ ആരും പറയാത്ത കഥ. ലങ്കയിലെ ശക്തനായ രാജാവായ രാവണൻ തന്റെ സമാനതകളില്ലാത്ത ശക്തിക്കും ബുദ്ധിക്കും പേരുകേട്ടവനായിരുന്നു. തന്റെ മകൻ മേഘനാഥൻ അജയ്യനാണെന്ന് ഉറപ്പാക്കാൻ രാവണൻ 9 ഗ്രഹദേവതകളായ നവഗ്രഹങ്ങളെ അടിമകളാക്കി തന്റെ മകന്റെ ജനനസമയത്ത് അവരെ പൂർണ്ണമായി യോജിപ്പിക്കാൻ നിർബന്ധിച്ചു. നവഗ്രഹങ്ങളിൽ ശനി ദേവനും നീതി നടപ്പാക്കുന്നവനും ആയിരുന്നു. മറ്റ് ഗ്രഹങ്ങൾ മനസ്സില്ലാമനസ്സോടെ രാവണന്റെ കൽപ്പനകൾ അനുസരിച്ചപ്പോൾ അടിമയെപ്പോലെ പെരുമാറിയതിൽ ശനിക്ക് കടുത്ത നീരസം തോന്നി. സമയമായപ്പോൾ മേഘനാഥിന്റെ ജാതകത്തിലെ 11 ഭാവത്തിൽ മഹാഭാഗ്യമുള്ള സ്ഥലമായ ശനിയോട് രാവണൻ ആജ്ഞാപിച്ചു. എന്നാൽ ധിക്കാരത്തിന് പേരുകേട്ട ശനി നഷ്ടത്തിന്റെ വീടായ 12ാം വീട്ടിലേക്ക് ചെറുതായി ചെരിഞ്ഞു. ഈ സൂക്ഷ്മമായ പ്രവൃത്തി രാവണന്റെ മഹത്തായ പദ്ധതിയെ തടസ്സപ്പെടുത്തി. ഈ ധിക്കാരത്തിൽ രോഷാകുലനായ രാവണൻ ശനിയെ ആക്രമിക്കുകയും ഒരു ഇരുണ്ട അറയിൽ തലകീഴായി തടവിലിടുകയും ചെയ്തു. എന്നാൽ ചങ്ങലകളിൽ പോലും ശനിയുടെ ശക്തി കുറയാതെ തുടർന്നു. രാവണന്റെ അഹങ്കാരവും അധികാര ദുർവിനിയോഗവും ആത്യന്തികമായ പതനത്തിലേക്ക് നയിക്കുമെന്ന് പ്രവചിച്ച് അദ്ദേഹം രാവണനെ ശപിച്ചു. ശനിയുടെ വാക്കുകൾ ശരിയാണ്. രാവണന്റെ ഭീകരവാഴ്ച അവസാനിച്ചത് ശ്രീരാമന്റെ കൈകളിലെ പരാജയത്തോടെയാണ്.